പോരെ ഇതൊന്നോ സാധനം എങ്ങനെ കഴിക്കുന്ന സംഭവം? ലേറ്റായിട്ട് എണീക്കും. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളൂലേ സാധനം. ഹലോ ഗൈസ്, ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ, ഓഫ് ഡേ അല്ല, ഇന്ന് മൺഡേ ആണ് ആക്ച്വലി. ഇന്ന് പോകാൻ പറ്റിയില്ല. 10-10:30 സാധാരണ പോകാത്ത ദിവസം ഞാൻ ഈ 11, 11:30, 12 മണി ആ ഒരു സമയത്തൊക്കെയാണ് എണീക്കുന്നത്. എൻ്റെ കലിപ്പാണെന്ന് തോന്നുന്നത്. എൻ്റെ മാതാശ്രീ വലിയൊരു ഫേസ് ഒന്നും തരാണ്ട് പോയി. പിന്നെ ഞാൻ ചാടി എണീറ്റതാണ്. എന്താ പറയാനാ, പ്രത്യേകിച്ച് പ്ലാനിങ് പരിപാടികളൊന്നുമില്ല. എന്ത് തോന്നുന്നു അത് ചെയ്യാന്നുള്ള രീതിക്കാണ്. പിന്നെ ഓണമൊക്കെ അല്ലേ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കുറച്ച് സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് പുതിയ ഓർഡറിനുള്ള സാധനമാണ്. ചെയ്തിട്ടില്ല. അപ്പനതിൻ്റെ പണിയിലാണ്. എവിടെ പോയി? ഫ്ലോക്കിയാ? ഏത് എവിടെ എവിടെ പോടാ? എവിടെ പോയി? വാ കയറിയോ? ലേറ്റായി എണീക്കാനടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ വിശപ്പെന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി അങ്ങ് പോകും. ഞാൻ ഈ 3 ദിവസം അടുപ്പിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കൈ കിട്ടുന്ന എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിപ്പാണ്. അങ്ങനെയല്ല. അതുകൊണ്ട് സമയത്തും കാലത്തൊക്കെ എണീറ്റ് ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കുക, ഡയറ്റൊക്കെ നോക്കുക. താളം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. 12 മണി ആവാറായി. ചായ ഇരിക്കണം അമ്മ. എവിടെ പോയതാ? എല്ലാ ദിവസവും പത്തനത്തോരെ അങ്ങനെ പറിക്കാൻ പോയത്. ഇതെങ്ങനെയുണ്ട് സംഭവം? ഇത് ഇന്നലെ സൺഡേ പരിപാടി. ഇനി മൺഡേ എന്തെങ്കിലും പരിപാടി കണ്ടുപിടിക്കണം. നിങ്ങളുടെ വലിയ ഭരണിയുണ്ടോ? പഴയ ഭരണി? എനിക്ക് എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കിട്ടിയതാണ്. ഞാൻ എടുത്ത് ചെടി വെച്ചത്. കുറച്ചാൾ അമ്മ അരിയിട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ ഇന്നലെ ചെടി ഇട്ട് വെച്ചു. എൻ്റെ മെയിൻ കുഞ്ഞുങ്ങളെല്ലാം അന്നദാനത്തിന് വന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അന്നദാനം കഴിയട്ടെ. കൊള്ളാമല്ലേ സംഭവം? ഇതെങ്ങനെയുണ്ട് ചെടി അറേഞ്ച്മെൻറ്റ്സ്? ഞാൻ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റും. ഇത് ഒരേ രീതിയിലിരുന്ന ഒരു സുഖം കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ പാറ്റേൺ അനുസരിച്ചൊക്കെ മാറ്റി അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കും. ഇന്നലെ ചെയ്ത പരിപാടിയാണ് ഇതെല്ലാം. ചൂരേ കുഴിയാളോ? തിരുവാണോ? ഈ ഒരു പരിപാടി എനിക്ക് പണ്ടേ അറിയാം. പിന്നെ പയ്യന്മാരുടെ അടുത്താണ് ഒരു കാര്യം പറയാനുള്ളത്. കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ പഠിച്ചോ. ഇപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കരുത്. കാരണം ഞാനും ഇതേപോലെ ഇരുന്നതാണ്. പക്ഷേ ഞാൻ കൊച്ചിയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ആജ്ഞാപിക്കാൻ പറ്റത്തില്ല. അമ്മ വെള്ളം, അമ്മ ചോറ്, അമ്മ ചായ ഒന്നും നടക്കില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാം. ഞാൻ ഇനി എവിടെ പോയാലും സർവൈവ് ചെയ്യും. ഇതല്ലേ ഈഗണല്ലേ? ഇത് കൊണ്ടാടം ഓടിക്കട്ടാ. വേറെ ഏത് ഇനിയും വേണോ? ഇത് പോരെ? പൊക്കോണ്ടെന്നും പറഞ്ഞ് കളിയാകണം.
എന്നാ ചായച്ചു വന്നിട്ടുണ്ട്, ആവശ്യമുള്ള കുറച്ചു. എന്താടാ ഗൈസ്, മീറ്റ് ഫ്ലോക്കി എൻ്റെ ചെറുക്കനാണ്. നീ എലീനെയൊന്നും പിടിക്കാൻ പോയില്ല ഇവിടെ? ഓ ഇവ മണപ്പിച്ച് നടക്കണുണ്ട്. ഇതിൻ്റെ അകത്ത് കുറഞ്ഞതൊരു 3-4-5 പാമ്പോ എലിയോ എന്തെങ്കിലുമൊക്കെ കാണും. ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നടക്കുന്നത്. എന്നാൽ ഒരു ദിവസം മൊത്തം ഇതിൻ്റെ പുറകെ നടക്കും. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹലോ ഗൈസ് എന്ന് പറ. നോക്കടാ അങ്ങോട്ട്. ഗുഡ്. നമ്മൾ ഓഫ് എടുത്തെന്നും പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ എൻ്റെ കുറച്ച് പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഹാൻഡ് പെയിൻറ്റഡ് സാധനങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഞാനത് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു പാട്ടും കേട്ട് തുടങ്ങാം. ഇത് തന്നെ ആയിക്കോട്ടെ അല്ലേ? ഇതിപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് കുറച്ച് ഓണം കളക്ഷൻ സാധനം ഇറക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് ഓൾറെഡി ഹാൻഡ് പെയിൻറ്റഡ് കുറച്ച് മാല, കമ്മൽ, അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ, ആക്ച്വലി ഞങ്ങൾക്കൊരു ആക്സസറീസ് ബിസിനസ് ഉണ്ട്. MG ഹാൻഡ് മെയ്ഡ് മാജിക് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതിൽ കുറച്ച് കസ്റ്റമേഴ്സ് എനിക്കിങ്ങനെ ഹാൻഡ് പെയിൻറ്റഡ് മാല കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇതുണ്ടോ മുള്ളംപന്നിയുടെ മുള്ളാണ്, കൊള്ളാമല്ലേ, അങ്ങനെ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് കുറേ പേര് റെഫറൻസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. സോ അതിൻ്റെ പരിപാടിയില്ല. ഞാൻ ഒരെണ്ണം ഓൾറെഡി ചെയ്തു. ഇതെങ്ങനെയുണ്ട്? ഫിനിഷ് ചെയ്തിട്ടില്ല, പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. സോ അതിൽ ഇനി ബീഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം തൽക്കാലം ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോട്ടിൽ ഒരു ലൈറ്റ് ടോൺ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, അത് കാരണം പെയിൻറ്റ് കംപ്ലീറ്റ് പിടിക്കത്തില്ല. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഫിനിഷ് ചെയ്യാം നമുക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഹാൻഡ് പെയിൻറ്റഡ് സംഭവത്തിനൊന്നും അത്രയും ഡീറ്റെയിൽ ഡ്രോയിങ് ഒന്നും ആരും കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ മാക്സിമം ക്വാളിറ്റി കൊടുക്കണമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിപ്പോൾ നമ്മുടെ ബീഡ്സിൻ്റെ ബ്രേസ്ലെറ്റിനാണെങ്കിലും ഇതേപോലെ ഹാൻഡ് പെയിൻറ്റഡ് മാല, കമ്മലൊക്കെ ആണെങ്കിൽ തന്നെ പക്ഷെ കൊടുക്കുന്ന സാധനം നല്ലോണം കൊടുക്കണമെന്നുള്ളത്. നമ്മുടെ ഹാൻഡ് പെയിൻറ്റഡ് പരിപാടി ഇത്ര ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. കാരണം ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ ഏരിയ, ലിപ്പിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും പേഷ്യൻസോടെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇടയ്ക്കെപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ ആയിട്ടിടാം. വീഡിയോ എടുപ്പ് ഇതും കൂടെ നടക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിനി അടുത്ത വീഡിയോയിൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു മാലയായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ വരും. അന്നേരം ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഇത് രണ്ടും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ മോൺസ്റ്ററയുടെ വേറൊരു വെർഷനാണ്. ആക്ച്വലി ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞാൻ പൊന്മുടി എന്നൊക്കെ ഓരോരോ തൈയൊക്കെ കൊണ്ടുവന്ന് നട്ടതാണ്. ഇതും ഒരു ഫേവറേറ്റ് പ്ലാന്റാണ്. മോൺസ്റ്ററയുടെ തന്നെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും. പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത്രയ്ക്കും ഫേവറേറ്റ് ആണ്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതേ ഉള്ളൂ, ഇത് ഹീലായി വരുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് അഡിക്റ്റാണ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സമയത്തിന് കിടന്നുറങ്ങിയില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാവും, പിന്നെ കംപ്ലീറ്റ്ലി ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ചെറുതായിട്ട് നമ്മുടെ ഓർമ്മയും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇന്നലെ ഇട്ട് വെച്ച് തന്നെ കുടിക്കാൻ പറഞ്ഞത്. സമയം ഇപ്പോൾ 12:30, 12:45. കുഴപ്പമില്ല. ചിയേഴ്സ്. അത് പഴുത്തൊന്നും കാണുമല്ലോ. അത് കുത്തമ്മിനാറിൻ്റെ പൊക്കവും ഒരു വായിക്കുള്ളാത്ത സാധനം. എന്തിനുള്ളത്?
ഇതാണ് നമുക്കിന്ന് മേക്ക് ചെയ്യാനുള്ള ബ്രേസ്ലെറ്റിൻ്റെ ഡിസൈൻ. ഞാനിത് കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പുള്ളിക്ക് വേണ്ട രീതിക്ക് ജസ്റ്റ് ഒരു റഫ് ഡ്രോയിങ് ഒക്കെ കാണിച്ചു. അപ്പോൾ പുള്ളി അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, സ്റ്റോൺസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കാണ് ഇന്നപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് മുത്ത് മേടിക്കുന്നു നീ. ഇത് ഗോതമ്പല്ലേ? ഈ ഗോതമ്പല് കളിക്കലുണ്ട്. ഏലക്കടല്ലേ അമ്മ? സുഖം പിടിച്ച് വരുമ്പോഴാണെങ്കിൽ ഏലക്കയുടെ ഒരു കടിയും കിട്ടും. ആ കഴിച്ചതിൻ്റെ ആ ഒരു അത്ര സുഖം അങ്ങ് പോകും. ബിരിയാണിയിലും ഇതിലും ഒരു കാരണവശാലും ഏലക്ക ഇടരുത്. ഇതിൽ രണ്ടിലും ഇതിടണ സാധനം എന്തെന്ന് ഫുൾ ഓഫ് വിഷമോടാ ഡേ ഫ്ലോക്ക് എന്ത് കം എന്ത് വിഷമം എന്തറാ? ഒന്നിനെ പിടിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ്. കുളിക്കണം ഇന്ന് കുളിക്കാം. എൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണമെന്ന് പറഞ്ഞൊരു മതിയായിരിക്കും അല്ലേ? ഡേ ബാ ഫ്ലോക്കേ വാ. ഇവ കാട്ടിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരണ കാര്യം പാടാണ്. എടാ വാ, ഓടി വാ, ഇങ്ങ് വാ ഓടി വാ. പരിപാടിയൊക്കെ കുറച്ച് നേരം ഒതുക്കി ഫുഡൊക്കെ അടിച്ച് അടിക്കണ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ കഴിക്കാത്തതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അങ്ങ് ആക്രാന്തായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഒരിക്കലും ശരിയാവില്ല. ഞാനിങ്ങനെയല്ല ആക്ച്വലി. ഫുഡ് കഴിക്കാതെ ലേറ്റായിട്ട് എണീക്കുന്നു, വെള്ളം പ്രോപ്പർ കുടിക്കുന്നില്ല, ഡയറ്റ് പിടിക്കുന്നില്ല, ജിമ്മിൽ പോകുന്നില്ല. അതൊക്കെ എത്ര നാളെന്ന് വെച്ചാൽ കുഴപ്പമില്ല, സെറ്റാകും. നമ്മൾ സെറ്റാക്കിയാണ് നമുക്ക് ശീലം. അന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഫുഡ് അടിച്ചുകൊണ്ട് എനിക്കൊരു ആട്ടോ ഇല്ലാതില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് പരിപാടി എന്താണെന്ന് ഞാൻ അറിയിക്കാം. ഓക്കെ, നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റേ ഗൈസ്. ഞാൻ വെറുതെ ടെറസിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഒരു ദിവസം കംപ്ലീറ്റ്ലി അങ്ങ് പോയല്ലേ. കംപ്ലീറ്റ്ലി പോയെങ്കിലും വർത്താണ്. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ, അത് മതി. വെറുതെ അങ്ങ് ഉറങ്ങി കളയാതിരുന്നാൽ മതി നിങ്ങളൊരു ദിവസം. അപ്പം അത്രയേ ഉള്ളൂ. ഇത് വീടിൻ്റെ മണ്ടയാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ ഇവനായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യും, ഇവിടെ വന്ന് ഓടി കളിക്കും. അങ്ങനെ ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റതിന് ശേഷം ചായക്കുള്ള സമയമായി. നമ്മുടെ നേരത്തെ ഇലയപ്പം ചായ റെഡിയാണ്. സൂപ്പർ സാധനം. ശർക്കരയാണ്, ഷുഗർ കട്ടാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ കണ്ടാൽ ഞാൻ വീഴും. കുറേ നാളായി കഴിച്ചിട്ട്. കുറേ നാൾക്ക് ശേഷം കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. അടിപൊളിയാണ്. ഇലയപ്പം വേണോടെ? അങ്ങനെയൊന്നുമില്ല ഇവിടെ, അങ്ങനെയൊന്നുമില്ല. എന്തും വയ്ക്കുള്ളൂ. ഇലയപ്പമെങ്കിൽ ഇലയപ്പം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് മൺഡേ ഓഫ് എടുത്ത ഡേ ആയതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്താണ്. മാക്സിമം ഈ കൺസിസ്റ്റൻ്റ്ലി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ടൈമിങ് കാര്യങ്ങളൊന്നും അങ്ങോട്ട് സെറ്റല്ല, അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.